നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മുടി നല്ല രീതിയിൽ കറുപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല വളർച്ച ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണിത്. നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് ഞാനിപ്പം മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല ഹെയർ ഡൈ ആണിത്. കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങനെ ഒരു പേടി വേണ്ട. ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ അലർജിയും ഉണ്ടാകുന്നതല്ല. മറിച്ച് മുടി നന്നായിട്ട് കറക്കാനും മുടി നന്നായി വളരാനും സഹായിക്കും ഈ ഒരു ഹെയർ ഡൈ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാനായിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊക്കെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ എന്തായാലും ചെയ്ത് നോക്കുക. നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ കടയിൽ നിന്ന് വാങ്ങിത്തേക്കുന്നു, അതുപോലെ പലവിധ എണ്ണകളും ഒക്കെ പരീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില നിങ്ങൾക്കറിയാം നമ്മുടെ മുടിക്കും നമ്മുടെ ശരീരത്തിനൊക്കെ വളരെയധികം ഗുണം തരുന്ന ഒന്നാണ്. നമുക്കുള്ളിൽ കഴിക്കാനാണെങ്കിലും കറിവേപ്പിലയ്ക്ക് യാതൊരുവിധ ദോഷങ്ങളും ഇല്ല. നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ എല്ലാ വീടുകളിലും കാണും, മുറ്റത്തൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ കുറച്ച് കറിവേപ്പില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ടിൽ നിന്ന് ഇതൊന്ന് ഊരിയെടുക്കാം. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കറിവേപ്പിലയൊക്കെ ഇട്ട എണ്ണ കാച്ചിയെടുത്ത് മുടിയിലൊക്കെ തേച്ച് കൊണ്ടിരുന്നത് കൊണ്ടാണ് അവരുടെയൊക്കെ മുടി നമ്മളെപ്പോലെ ഈ ചെറുപ്രായത്തിലൊന്നും നരയ്ക്കാതിരുന്നത്. ഇന്നിപ്പോൾ കറിവേപ്പില കൊണ്ടുള്ള എണ്ണ കാച്ചിയെടുക്കാനൊന്നും ആർക്കും സമയമില്ല. അതുകൊണ്ട് തന്നെ ഷോപ്പിലൊക്കെ കിട്ടുന്ന എണ്ണകൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാറാണ് പതിവ്. വലിയ പണിയൊന്നുമില്ല നമുക്കിതുപോലെ എണ്ണയൊക്കെ കാച്ചിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഒന്നെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ചൂടാക്കി നമുക്ക് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. നരയെ ചെറുക്കാനുള്ള മെലാനിൻ വീണ്ടെടുക്കാനുള്ള കഴിവ് കറിവേപ്പിലേക്കുണ്ട്. അതുകൊണ്ട് കറിവേപ്പില എങ്ങനെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്താലും ഇതിപ്പോൾ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് സ്ഥിരമായിട്ട് യൂസ് ചെയ്താലും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ട് സഹായിക്കും. ചെറുതീയിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതീയിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. കറിവേപ്പില നന്നായി ചൂടായി വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടിയോളം സവാളയുടെ തോലാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയിൽ ധാരാളം സൾഫർ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ മുടി നന്നായി വളരാനും മുടി നരയ്ക്കുന്നത് തടയാനും സഹായിക്കും. സവാളയുടെ തോലും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നല്ല ക്രിസ്പി ആകുന്നത് പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. സവാളയുടെ നീര് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുന്നതും മുടി നരയ്ക്കുന്നത് കുറയാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ നീരൊക്കെ തേക്കുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ അലർജി ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ സവാളയുടെ തോൽ ഉപയോഗിച്ച് ഹെയർ ഡൈ തയ്യാറാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നന്നായി ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഇത് നന്നായി നമുക്ക് പൊടിച്ചെടുക്കണം. ക്രിസ്പി ആയി വരിക എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കുന്ന രീതിയിൽ കിട്ടണം. കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇതിന് തണുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അതിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുക. അതിലേക്ക് ഒരു 5 ബദാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബദാം ഓയിലൊക്കെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളിൽ പലരും അല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്, അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഈ എണ്ണ ഉപയോഗിച്ചത് കൊണ്ട് കിട്ടിയെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഈ ബദാം നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ ചൂടാക്കിയെടുക്കണം. ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ ബിയും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഗ്രേ ഹെയറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ ബദാം നമ്മൾ നേരത്തെ എടുത്ത സവാളയുടെയും കറിവേപ്പിലയുടെയും ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. നല്ല നൈസ് പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ തരിതരിയോടുകൂടി പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിച്ചെടുക്കുകയും വേണം. തരിതരിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് നൈസ് പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം.
ഇനി നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം. നമ്മുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു നമ്മൾ 2 രീതിയിൽ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ഈ ഒരു എടുത്ത പൗഡറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഭൃംഗരാജിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നത് പോലെ തേയില 1 ടേബിൾ സ്പൂൺ എടുത്ത് നല്ല തിക്കായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാറുണ്ട് തേയില വെള്ളം തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീണ്ടും ഒന്ന് കാണിക്കാത്തത്. ഇനി നമുക്ക് ഈ തേയില വെള്ളം ഒഴിച്ചിട്ട് വേണം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും നമ്മളിത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തന്നെ വെച്ചിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇരുമ്പിൻ്റെ അംശം കൂടി നമ്മുടെ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് ഇറങ്ങി കിട്ടാനായിട്ട് സഹായിക്കും. നമ്മളിപ്പോൾ ഒരു അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളാണെങ്കിൽ നമ്മൾക്ക് ഹെയർ ഫോളും മുടി നരയ്ക്കുക അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അയൺ ചെക്ക് ചെയ്യണം. നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം അയൺ കൗണ്ട് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഹെയർ ഡൈകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഗുണകരമായിരിക്കും. സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ തേക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിലേക്ക് അയണിൻ്റെ അംശം എത്തുകയും അതുവഴിയാണ് നമുക്ക് നര വരുന്നതെങ്കിൽ, ഇപ്പം നര അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുടിനരയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇനി ഞാൻ രണ്ടാമത്തെ രീതിയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ രീതിയിൽ കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഞാൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പൗഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആലോവേര ജെല്ലാണെങ്കിലും തേച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്ത് ഫംഗ്ഷനൊക്കെ പോകുന്ന അവസരങ്ങളിൽ നമുക്ക് മുടി കറുപ്പിക്കാനൊക്കെ ഇങ്ങനെയുള്ള രീതി സഹായിക്കും. ഇതിന് നമ്മുടെ നരയുള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു കോമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചീവുക. അപ്പം നമ്മുടെ ഇതിലുള്ള ആ പൊടി പോലെ ഇരിക്കുന്ന ഭാഗമൊക്കെ പോവുകയും കറുപ്പ് നിറം നരച്ച മുടിയിലേക്ക് പറ്റിപ്പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനുള്ള അവസരങ്ങളിൽ മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കറുപ്പ് നിറവും കുറച്ച് ബ്രൗൺ കളറും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പം നല്ല കറുപ്പ് കളറിലായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ കിട്ടും. ഇനി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളറാവും. ഇനി ഇത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒട്ടും എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത്. തലേദിവസം ഷാമ്പൂ ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. എണ്ണയുള്ള മുടിയിൽ ഈ ഒരു ഹെയർ പാക്ക് പിടിച്ചിരിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടും കിട്ടുകയില്ല. ഇതുപോലെയുള്ള ഹെയർ പാക്കുകൾ നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുമ്പം അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ മുടിയിലേക്ക് എത്തുകയും നരച്ച മുടിയൊക്കെ കറുക്കുകയും മുടിയൊക്കെ വളരുന്നത് നല്ല രീതിയിലാവുകയും ചെയ്യും. നമ്മളിതിൽ നെല്ലിക്കാപ്പൊടിയും ഭൃംഗരാജും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മുടി വളരാനും മുടി നന്നായിട്ട് കറുക്കാനും ഒക്കെ സഹായിക്കും. അകാലനരയുടെ തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളൂ. അകാലനരയൊക്കെ മാറി പുതിയ മുടികൾ വരുന്നത് നല്ല കറുപ്പോടുകൂടി വളരാനായിട്ട് സഹായിക്കും. മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഡൈയോ അതുപോലെയുള്ള ഓയിലുകളോ ഒന്നും വാങ്ങി ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മുടി നന്നായി കറുപ്പിച്ചെടുക്കാനും മുടി നന്നായി വളർത്തിയെടുക്കാനും സഹായിക്കും. ഇനി ഏതെങ്കിലും രീതിയിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ജലദോഷം, നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഹെയർ ഡൈയോ അല്ലെങ്കിൽ ഏതൊരു ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിന് മുമ്പും പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. നെല്ലിക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ജലദോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ തുളസി ഇലയുടെ നീര്, പനിക്കൂർക്ക ഇലയുടെ നീരൊക്കെ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജലദോഷം, നീർക്കെട്ട് അതൊക്കെ വരാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.